എറണാകുളത്ത് പഴകിയ ഭക്ഷണം പിടികൂടി. വന്ദേഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന കാറ്ററിംഗ് സെന്ററിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അരുൺ ശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, എവിടെ നിന്നാണ് ഭക്ഷണം പിടികൂടിയത്? വിശദാംശങ്ങൾ എന്താണ്? കടവന്ത്രയിലെ കാറ്ററിംഗ് സെന്ററിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിഷയമെന്ന് പറയുന്നത് റെയിൽവേ യാത്രക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ഭക്ഷണമായിരുന്നു. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിൻ യാത്രക്കാർക്ക് വിതരണം ചെയ്യേണ്ട ഭക്ഷണമായിരുന്നു ഇതെന്നാണ് വ്യക്തമാകുന്നത്. നമുക്ക് കാണാം പഴകിയ ഇറച്ചി ഉൾപ്പെടെയുള്ള മുട്ട, ഇറച്ചി, മറ്റ് വെജ് കറികൾ, ചപ്പാത്തി എല്ലാം ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തന്നെ ഈ കാറ്ററിംഗ് സെൻറ്ററിനെതിരെ പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൗൺസിലർ പറയുന്നത്. ഇന്നലെ പരാതി കൂടി. ഇതിനെ തുടർന്നാണ് ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയും അവർ നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ പഴകിയ വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തത്. ഈ വന്ദേ ഭാരതിൽ ഇവിടെ നിന്നാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന ചില തെളിവുകൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് വന്ദേ ഭാരതിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ആ ബോക്സിന് മുകളിലുള്ള പേപ്പറാണ്. അതിൽ ഡാൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെൽക്കം, സ്വാഗതം, ഇത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഭക്ഷണം അറിയാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു പേപ്പറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് വന്ദേ ഭാരതിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണമാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വളരെ വൃത്തിഹീനമായ ചുറ്റുപാടിലാണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇത് വന്ന് പരിശോധിച്ചപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യം കാണും? നമ്മളിവിടെ നോക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ തുറന്നിങ്ങനെ ഇട്ടിരിക്കുക, ഇതെല്ലാം സാധനം. അതുപോലെ പിന്നെ ആകെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നു. പുറകിലാണെങ്കിൽ പിന്നെ കാനയിലേക്ക് തോട്ടിലോട്ടുള്ള വേസ്റ്റ് മുഴുവൻ ഒഴുകി അതവിടെ കിടക്കുന്നു. അങ്ങനെ കുറച്ച് ഹിന്ദിക്കാരാണ് ഇവിടെ ഉള്ളത്. അവരോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയത്തില്ല. ഇൻചാർജ് ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു. നമ്മൾ വിളിച്ചപ്പോൾ പുള്ളി പാലക്കാട് ഒരു മീറ്റിങ്ങിന് പോവുകയാണ് മാഡം എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും, സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന്. പക്ഷേ ആളെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. വന്ദേ ഭാരതിന് ഇവിടെ നിന്നാണ് ഭക്ഷണം സ്റ്റിക്കർ ഇതുണ്ടോ, ഇതിനകത്തോട്ടാണ് കൊടുക്കുന്നത്. ഗ്ലാസ് എന്ത് ചെയ്യുന്നു ഇതിങ്ങനെ എഴുതിയാണ് ഇവർ കൊടുക്കുന്നത്. അതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. റെയിൽവേ ക്യാൻറ്റീൻ ഇല്ല. നമുക്ക് ഇതിൻ്റെ ശരിക്കുള്ള അധികാരികൾ ആരാന്ന് ഇവർ പറയുന്നില്ല. ഒരു മാനേജരാണ് ഇവിടെ. ഇവരോട് ഫോൺ വഴിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. 2-3 പ്രാവശ്യം നമ്മൾ വിളിപ്പിച്ചെങ്കിലും ഇവർ വരുമൊന്നും ചെയ്തില്ല. ഇതിന് ഒരു 2 മാസം മുമ്പ് ഞങ്ങൾ നോട്ടീസ് കൊടുത്ത് 10,000 രൂപ അടപ്പിച്ചു. അത് അന്ന് ഒരാളവിടെ വന്നു. ഞാനാണിപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്തുള്ളൂ, എനിക്കിതെക്കുറിച്ച് അറിയില്ല, ഞാൻ കൃത്യമായിട്ട് എന്നോട് പറഞ്ഞ് അങ്ങനെയാണ് വന്നത്. ഇനി മുതൽ ഇങ്ങനെ ഉണ്ടാവാതെ നോക്കാം പറഞ്ഞ് നമ്മളോട് ഓരോ ഒഴിവ് പറയാം. യാത്രക്കാർക്ക് നൽകാനുള്ളതടക്കമുള്ള ഭക്ഷണമാണ് വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചിരുന്നത്.